ഇന്ന് ലോക മാതൃദിനമാണ്. അമ്മ എന്ന രണ്ടക്ഷരം നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയസ്പന്ദനമാണ്, നമുക്കറിയാം. ഞാൻ ഏറ്റവും സ്വാധീനിക്കപ്പെട്ടത് എൻ്റെ അമ്മ വഴിയാണ്. ആദ്യം വിളിക്കുന്ന വിളി അമ്മേ അല്ലെങ്കിൽ ഉമ്മ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. എല്ലാം അമ്മയിലാണ്. അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിനും വലിയൊരു കോവിലുണ്ടോ എന്ന് ചോദിച്ചു. ആദിയും ഭൂമിയും മാനവും എല്ലാം സൃഷ്ടിച്ചത് ദൈവമായിരിക്കാം, പക്ഷേ ആ ദൈവത്തിനെ വളർത്തിയതും പരിപാലിച്ചതും ഒരു അമ്മയല്ലേ എന്ന് ചോദിച്ച കവിയും ഉണ്ട്. അഭയത്തിനും ആശ്രയത്തിനുമായി നാം ആദ്യം ഓടിയെത്തുന്നത് അമ്മയ്ക്കരികിലാണ്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടം ഉണ്ടാകുമ്പോൾ ചില ആളുകളൊക്കെ വിളിച്ചു പോകുന്നത് അമ്മയെ എന്നാണ്. ഞാനും ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് വിളിക്കുക. മനുഷ്യൻ്റേത് മാത്രമല്ല, സകല ജീവചരാചരങ്ങളുടെയും നിലനിൽപ്പിന് ആധാരമാണ് മാതൃത്വം. പ്രപഞ്ചത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അമ്മ എന്ന രണ്ടക്ഷരം ഞാൻ തിരിച്ചു പറയും. മഹാഭാരത കഥയിൽ യുധിഷ്ഠിരൻ്റെ ഒരു മറുപടിയുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായത് അമ്മയാണെന്നാണ്. എല്ലാ മതഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നത് മാതൃത്വത്തിൻ്റെ സവിശേഷത തന്നെയാണ്. ആ മാതൃത്വത്തിനുള്ള വന്ദനമാണ് ഇന്ന് ഈ ദിവസം. കുട്ടിക്കാലത്ത് നിങ്ങളെ എങ്ങനെയാണോ അമ്മമാർ പരിപാലിച്ചത്, അതേപോലെ അവരുടെ വാർദ്ധക്യകാലത്ത് നിങ്ങൾ അവരെ കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിക്കണം. ഒറ്റപ്പെടലിൻ്റെയും അവഗണനയുടെയും ലോകത്തേക്ക് അവരെ തള്ളിവിടരുത്. അമ്മ മാത്രമാണ് ഉണ്മ. ഞാൻ ആവർത്തിക്കുന്നു, അമ്മ മാത്രമാണ് ഉണ്മ. വാർദ്ധക്യകാലത്ത് ജീവിത സായന്തനത്തിൽ അവരെ തള്ളിപ്പറയാതിരിക്കുക, അവരെ മാറോടണയ്ക്കുക, അണച്ചു നിർത്തുക. ഈ ഒരു നല്ല ദിനത്തിൽ അത്തരമൊരു നല്ല സന്ദേശമാകട്ടെ ഇന്നത്തെ നമ്മുടെ മുദ്രാവാക്യം. അപ്പോൾ ഈ മാതൃദിനത്തിൽ എല്ലാ അമ്മമാർക്കും, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മുത്തശ്ശിമാർക്കും എൻ്റെ ആശംസകൾ.